സമരം ചെയ്യുന്ന ആശാവർക്കർമാരോടും സംസ്ഥാനത്തെ മുഴുവൻ ആശാപ്രവർത്തകരോടും സർക്കാർ വീണ്ടും ക്രൂരത കാണിക്കുകയാണ്. സമരം ആരംഭിച്ചപ്പോൾ ഇൻസെൻറ്റീവ് കുറയുന്ന, ഓണറേറിയം കുറയുന്ന 10 നിബന്ധനകൾ പിൻവലിച്ചുവെന്നാണ് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതിനുശേഷം പുതിയ നിബന്ധനകൾ വന്നപ്പോൾ ഈ 10 നിബന്ധനകൾ വേറെ തരത്തിൽ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് 3500 രൂപ മാത്രമാണ് ഇൻസെൻറ്റീവ് കിട്ടിയിരിക്കുന്നത്. ഓൾറെഡി 7000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 3500 രൂപ മാത്രമാണ് ധാരാളം ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്കൂൾ തുറക്കുന്ന സമയമാണ്, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ്. ഒരു 3500 രൂപ മാത്രം, ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ടും മാസം 3500 രൂപ മാത്രം കൊടുക്കുക. ആശാ വർക്കർമാരെയും അവരുടെ കുടുംബത്തെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരമായ മനസ്സിൻ്റെ ഉടമകളാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത്. ക്രൂരതയാണ്. സമരം ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ ആശാ വർക്കർമാരും സർക്കാരിനെതിരെ സമരം ചെയ്താൽ അവർ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന മോഡി ഗവൺമെന്റിന്റെ അതേ മനോഭാവമാണ് പിണറായി വിജയൻ. ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ, അതിന് പിന്തുണ നൽകുന്നു എന്നതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ ആശാ വർക്കർമാരോടും അവരുടെ കുടുംബത്തോടും കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിക്കണം. പണമോ കൂട്ടിക്കൊടുക്കുന്നില്ല, ഉള്ള പൈസ വെട്ടിക്കുറയ്ക്കുകയാണ്. എത്ര പേർക്കാണ് 3500 രൂപ കയ്യിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും? വീട്ടിൽ പട്ടിണിയാവില്ലേ? ഈ മനസാക്ഷിയില്ലാത്ത സമീപനം സർക്കാർ പിൻവലിക്കണം. നിങ്ങൾക്ക് എന്താണ് സമരം ചെയ്യുന്നവരോട് ഒരു ഇത്ര അസഹിഷ്ണുത? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? നിങ്ങൾ മുതലാളിത്ത മനോഭാവത്തോടു കൂടി സമരം ചെയ്യുന്നവരെ നോക്കി കാണരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത്. അടിയന്തരമായി ഈ നിബന്ധനകൾ പിൻവലിച്ച് എല്ലാവർക്കും ഇപ്പോൾ കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കണമെന്നാണ് ഡിമാൻഡ്. ആ കൂടുതൽ കൊടുക്കണമെന്നുള്ള ഡിമാൻഡ് വരുമ്പോൾ ഉള്ളതുപോലും കൊടുക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. രണ്ടാമത്തെ കാര്യം, ഹൈവേ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. ഗുരുതരമായ എഞ്ചിനീയറിംഗ് പിഴവുകൾ, മണ്ണ് പരിശോധന നടത്താതെ നിർമ്മിതികൾ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ വ്യാപകമായി മിക്കവാറും നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ഇപ്പോൾ കൂരിയാട് ഇനി റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കണം. 1 വർഷത്തിലേറെ സമയം മിനിമം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ? പാലാരിവട്ടം പാലം UDF ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി LDF ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് വന്നു, ഒരു എഞ്ചിനീയറിംഗ് അപാകതയുണ്ട് എന്ന്. പാലം തകർന്നൊന്നും വീണില്ല. അതിൻ്റെ പേരിൽ അന്നത്തെ മന്ത്രിക്കെതിരായി വിജിലൻസ് കേസെടുത്ത് ജയിലിലടയ്ക്കാൻ, കോടതിയില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയത്, ജയിലിലടയ്ക്കാൻ ശ്രമിച്ച ആളുകൾ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയ ആളുകൾ, അവർക്കിപ്പോൾ ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല. അങ്ങനെ പരാതിപ്പെടാനുള്ള ധൈര്യമില്ല. പിണറായി സർക്കാർ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മോഡി സർക്കാരിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് സർക്കാരിന് ഭയം? സർക്കാർ ആവശ്യപ്പെടണ്ടേ? ഞങ്ങൾക്കൊരു പരാതിയില്ലെന്നാണ് പറയുന്നത്. വ്യാപകമായി ഈ റോഡിനെ കണ്ട് അതിൻ്റെ അവകാശവാദം ഉന്നയിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകളെ ആരെയും ഇപ്പോൾ കാണുന്നില്ല. ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ വലിയ അന്വേഷണം നടത്തണം. ഇത് CBI അന്വേഷണം നടക്കണം. ഗുരുതരമായ ക്രമക്കേടാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എഞ്ചിനീയറിംഗ് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. വിദഗ്ധരായ ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം. ഈ കൺസ്ട്രക്ഷൻ കമ്പനികളുമായി ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആരൊക്കെയാണ് ഇവർക്ക് ഫേവറുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്? അതിൽ സംസ്ഥാന ഗവൺമെന്റിലെ ചില ആളുകളും ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് പരാതിയില്ലാത്തത്. ഇവർക്ക് പരാതിയില്ല, പിന്നെ ഭയമാണ് പരാതി കേന്ദ്ര ഗവൺമെന്റിനെതിരായി പരാതി ഉന്നയിക്കുന്നതിന് വേണ്ടി.
മൂന്നാമതൊരു കാര്യം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ. മലപ്പുറം ജില്ലയെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ PR ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ PR ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തു. അവർ സംഘപരിവാർ അജണ്ടയുണ്ട്, മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇൻ്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്. ഇവിടെ നിലമ്പൂരിൽ LDFിൻ്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനാണ്. വിജയരാഘവൻ്റെ ഒരു ഡസനിലേറെയുള്ള പ്രസ്താവനകൾ, മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എൻ്റെ കയ്യിലുണ്ട്. നിരവധി കാര്യങ്ങൾ, ഒരു വിഷയത്തിലല്ല. ഏറ്റവും അവസാനം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ്. ആ വാദത്തിൽ വിജയരാഘവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? 95,000 ചില്ലാനം വോട്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് കിട്ടിയ വോട്ട്. 95,000 അധികം വോട്ട്, അതായത് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം. 30,000 താഴെയാണ് സത്യൻ മൊകേരിയുടെ വോട്ട് കിട്ടിയത്. 65,000 ഭൂരിപക്ഷമാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ 95,000 പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാണ്. അതാണ് എൻ്റെ ചോദ്യം. മറുപടി പറഞ്ഞേ മതിയാവും. തീവ്രവാദികളാണ്. പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട് നിയോജകമണ്ഡലത്തിൽ ജയിപ്പിച്ചത് വർഗീയ തീവ്രവാദികളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് വിജയരാഘവൻ നടത്തിയിട്ടുള്ളത്. മലപ്പുറത്തെക്കുറിച്ച്, ലീഗ് നേതാക്കളെക്കുറിച്ച്, സാദിഖ് അലി തങ്ങളെക്കുറിച്ച്, ഇവിടെ നടന്ന എല്ലാ സംഭവത്തെക്കുറിച്ചും, ഇവിടെ നടന്ന സമരങ്ങളെക്കുറിച്ച്, ഹൈവേക്ക് അണ്ടർപാസ് വേണമെന്ന് നടത്തിയ സമരവും മലപ്പുറത്ത് വരുമ്പോൾ തീവ്രവാദികളാണ് സമരം നടത്തുന്നത്. ബാക്കി ജില്ലയിലൊന്നും അല്ല. ഇവിടെ എത്തുമ്പോൾ തീവ്രവാദികളാണ്. മുസ്ലിം തീവ്രവാദികളെന്നും ഇസ്ലാം തീവ്രവാദികളെന്നും മലപ്പുറത്തെ തീവ്രവാദികളെന്നും വ്യാപകമായി CPM നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം. ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത്, ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നിലമ്പൂരിൽ CPI സ്ഥാനാർത്ഥിക്ക്, LDF സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ട്, പൊളിറ്റിക്കലായി കിട്ടേണ്ട വോട്ട് 29,000 അല്ലല്ലോ, ആണോ? അത് അതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് വോട്ട്. ആ വോട്ട് കിട്ടിയില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ വോട്ട് പോയില്ലേ പ്രിയങ്ക ഗാന്ധിക്ക്? നിങ്ങളുടെ വോട്ട് പോയില്ലേ? CPMകാരുടെ വോട്ട്, CPIക്കാരുടെ വോട്ട്, LDFിലെ വിവിധ ഘടകകക്ഷികളുടെ വോട്ട് എല്ലാം പോയി. രാഹുൽ ഗാന്ധിക്കും പോയി, പ്രിയങ്ക ഗാന്ധിക്കും പോയി. നിങ്ങൾക്ക് 29,000 വോട്ട് മാത്രമേ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ വോട്ടുള്ളൂ. എന്നിട്ടാണ് അവർക്ക് കിട്ടേണ്ട വോട്ട് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നത് തീവ്രവാദികളുടെ വോട്ടാണോ? നിങ്ങൾക്ക് 50,000 60,000 വോട്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഉള്ളപ്പോൾ ആ 60,000 വോട്ട് എന്ന് പറയുന്നത് മലപ്പുറത്തെ തീവ്രവാദികളുടെ വോട്ടാണോ നിങ്ങൾക്ക് കിട്ടിയിരുന്നത്? ആ തീവ്രവാദികൾ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ അവർക്ക് മറിച്ചു കൊടുത്താണോ? യുക്തിരഹിതമായ വർത്തമാനം, സംഘപരിവാറിൻ്റെ അതേ നറേറ്റീവ്, രണ്ടുപേരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുകയാണ്. കേരളത്തിൽ ഈ അവിശുദ്ധ ബാന്ധവമാണ്. അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥി ആദ്യം വേണ്ട എന്ന് തീരുമാനിച്ചത്. അതിനുശേഷം വലിയ ആരോപണം BJP നേതൃത്വത്തിനെതിരെ ഉണ്ടായപ്പോഴാണ് ഏതോ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത്. ഏതോ ഒരു സ്ഥാനാർത്ഥി, BJPക്കാർക്ക് പോലും അറിയില്ല ആരാണ്. ഏതോ ഒരു സ്ഥാനാർത്ഥി. ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, വേറെ ഒന്നും പറയുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞങ്ങളങ്ങനെ കമൻ്റൊന്നും പറയാറില്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്നിട്ട് പേരിന് വേണ്ടിയിട്ടാണ് അവർ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെയുള്ളത്.
അതിനെ പരാജയപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം. ഈ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ നടത്തിയ പരാമർശം അത് CPM നേതാക്കൾ വിവാദമാക്കുകയും ആ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. KC വേണുഗോപാലിന്റെ രൂക്ഷ പ്രശ്നമാണ് CPM നേതാക്കൾ ഒന്നടക്കം നടത്തുന്നത്. എങ്ങനെയാ അവർക്ക് വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. വേറെ വിഷയമൊന്നുമില്ല. എന്താ KC വേണുഗോപാൽ പ്രസംഗിച്ച് നിങ്ങളെല്ലാം കേട്ടതല്ലേ? ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വിവാദമാക്കിയ അദ്ദേഹം പറഞ്ഞ എന്താ, പെൻഷൻ കൊടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തി. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ച് കൊണ്ടുപോകും. അതൊരു ശരിയായ രീതിയാണോ? അതൊരു ശരിയായ രീതിയാണോ? അതാണ് KC വേണുഗോപാൽ ചോദിച്ചത്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് ശരിയാണോ? ഇപ്പോഴും ആ പരിപാടി തുടങ്ങുക. ഇപ്പോൾ പെൻഷൻ ഇത് വരും. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പെൻഷൻ കുടിശ്ശിക വരും. പെൻഷൻ കുടിശ്ശിക വന്നിട്ട് 3-4 മാസം കുടിശ്ശിക അടുത്ത അസംബ്ലി ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പേ കൊടുക്കും. അപ്പോൾ വീട്ടിൽ പൈസ എത്തിയെന്നുള്ള ഇത് ആളുകളെ കബളിപ്പിക്കല്ലേ? അതാണ് KC വേണുഗോപാൽ കൃത്യമായിട്ട് ചോദിച്ചത്. അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്താണ് നിങ്ങൾ കേട്ടല്ലോ? അദ്ദേഹം പറഞ്ഞത് ഇതാണ്, അതിൻ്റെ സാരാംശം ഇതാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ആളുകളെ കളിപ്പിക്കുകയാണ്, ആളുകളെ കബളിപ്പിക്കുകയാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഒരു പിൻവലിക്കലും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? കബളിപ്പിക്കുകയല്ലേ? അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കൂല 3-4 മാസം. ഇലക്ഷൻ ആകുമ്പോഴേ വീട്ടിൽ കൊണ്ടേ കൊടുക്കാം എല്ലാവരും ഒരുമിച്ച്. ഇത് സ്ഥിരം പരിപാടിയാണ് CPM-ന്റെ. ഉറപ്പായിട്ട് പോകും. അതെന്താണെന്നറിയാമോ? നമുക്കിപ്പോ ഞാൻ പറയാം, അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ട് പറയാം. നമ്മൾ പെൻഷൻ ആളുകൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അവർക്ക് ആ വീട്ടിൽ അവർക്ക് കിട്ടാനുള്ള തുക കിട്ടിയതിന് നമ്മൾ എതിർക്കണേ ഇങ്ങനെ ഇലക്ഷൻ ആയതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയാൻ പറ്റും. പാവപ്പെട്ട ഒരു പട്ടിണിയും പരിവട്ടവും ഇതിനു വേണ്ടി കാത്തിരിക്കുക. ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അത് കൊടുക്കരുത്? ഏതെങ്കിലും പൊതുപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ആലോചിച്ച് കൊടുക്കരുത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷേ അത് രാഷ്ട്രീയമായി മുതലെടുത്ത് ആ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും മുതലെടുക്കുകയാണ്. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. നമ്മൾ കൊടുക്കരുത് നമ്മൾ പറയില്ല. കാരണം കാത്തിരിക്കല്ലേ, നമ്മളൊക്കെ സങ്കടം പറയുന്നു. എത്ര പേരെ വിളിച്ച് ഇത് കിട്ടുന്നില്ല. ഈ ക്ഷേമനിധി പെൻഷൻ ക്ഷേമനിധികളെ തകർത്തില്ലേ ഗവൺമെന്റ്? കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർ, അവരുടെ അംശാദായം അടച്ച പൈസ 20 മാസമായി ഒന്നും കിട്ടുന്നില്ല. അത് തകർന്നു. എത്ര ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഈ സർക്കാർ പൈസ കൊണ്ടുപോയിട്ടുണ്ട്? ക്ഷേമനിധികളിൽ നിന്ന് എടുത്തിട്ട് ശമ്പളം കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ തൊഴിലെടുക്കുന്ന എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്ന് ഞാൻ അംശാദായം അടച്ച് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ അറിയാം ഇല്ലയെന്ന്, പൈസ ഇല്ല, ഖജനാവിൽ പൈസ ഇല്ലെന്ന് അറിയാം. എത്ര ഈ 6-7 ക്ഷേമനിധികളാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല. ഇതുപോലെ ക്ഷേമനിധികളിൽ നിന്ന് ഗവൺമെന്റ് 2500 കോടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേമനിധിയുടെ സാമ്പത്തിക സ്ഥിതി ബാധിക്കും. ഏറ്റവും പാവപ്പെട്ടവനാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളാം, അവൻ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. ഒന്നുകിൽ ക്ഷേമനിധി പെൻഷൻ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് രണ്ടും കിട്ടുമായിരുന്നു. അപ്പൊ മറ്റേ പെൻഷനും ഇല്ല, ഈ പെൻഷനും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോവാണ്. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ഉൾപ്പെടെ 1 കോടി ആളുകൾക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേരളത്തിൽ. 1 കോടി ആള്. അല്ലല്ല, അങ്ങനെയല്ല, അത് ആളുകളെ കളിപ്പിക്കുന്ന രീതിയാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പൈസയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരാൾ ഒരു കടം തരാനുണ്ട്, കുറേ പൈസ എന്ത് ചെയ്തിട്ടും തരുന്നില്ല. അപ്പം അവർക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് തൊട്ട് പെട്ടെന്ന് കൊണ്ട് തരുവാണ്, നമുക്ക് കൊണ്ട് തരും. അപ്പം തരുമ്പോൾ നമുക്ക് അവരോടൊരു ഇത് വരില്ല, തന്നല്ല എന്ന്, അത്രയേ ഉള്ളൂ. അതൊരു കാപട്യമാണ്, കബളിപ്പിക്കലാണ്. പാവപ്പെട്ടവന്റെ ഒരു ദൈന്യതയെ മുതലെടുക്കുക. നിയമസഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി പ്രസ്താവിച്ചതാണ് കഴിഞ്ഞ വർഷം 2 ടേമിന്റെ കുടിശ്ശികയിൽ ഈ വർഷം 3 ടേമിന്റെ അതിന്റെ കുടിശ്ശികയാണ് തീർക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് നേരത്തെ മുൻകൂട്ടി വരും, ചിലപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞാണോ മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്നാണ് ധനമന്ത്രി തന്നെ ചോദിക്കുന്നത്.
ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കണ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ വെച്ചും പറഞ്ഞല്ലോ, കേരളത്തിൽ ധനപ്രതിസന്ധി ഇല്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്. ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വികസന വിരുദ്ധനാണ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ എണ്ണി പറഞ്ഞല്ലോ കൺവെൻഷനിൽ 1.5 ലക്ഷം കോടിയോളം രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് സർക്കാർ. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല. സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളികൾ ശമ്പളം കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. ആശുപത്രി മരുന്ന് കമ്പനികൾ 30% വില വർദ്ധിപ്പിച്ചു. എന്താ കാര്യം? സർക്കാർ പൈസ കൊടുക്കാത്തതുകൊണ്ട്. നമുക്ക് ഒരു സാധനം സപ്ലൈ ചെയ്താൽ കൃത്യമായി പൈസ കിട്ടില്ല എന്ന് കണ്ടാൽ സാധനത്തിന്റെ വില വർദ്ധിപ്പിക്കും സപ്ലൈ ചെയ്യുന്നത്. കാരണം അവർക്ക് ഇനി ഇത്തിരി വൈകി കിട്ടിയാലും മതി എന്നുള്ള രീതി. പക്ഷെ 30% വില വർദ്ധിപ്പിച്ചു മരുന്നിന്റെ വില. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയത് പറയാതിരിക്കാൻ പാടില്ല. LCT ചാർജ് 3 പ്രാവശ്യം കൂട്ടിയാലും നവംബറിൽ ഒരു ഉത്തരവ് വന്നപ്പോൾ ഏപ്രിലും കൂടി കൂട്ടിക്കൊണ്ടാണ് ഉത്തരവ് വന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒറ്റ ഉത്തരവിൽ നവംബറിൽ കൂട്ടി. ഇപ്പൊ വീണ്ടും LCT ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എഴുതിയിരിക്കുക ഒരു യൂണിറ്റിന് 32 പൈസ കൂടി വർദ്ധിപ്പിക്കണം. രഹസ്യമാക്കി വെച്ചിരിക്കുക. ഒരു യൂണിറ്റിന് 32 പൈസ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് റെഗുലേറ്ററി അതോറിറ്റിക്ക് LCT ബോർഡ് എഴുതിയേക്കുക. അപ്പൊ 6 മാസത്തിനുള്ളിൽ എത്രാമത്തെ വർധനവ? എന്താ കാര്യം? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള ഉത്തരവുണ്ടായി, എഗ്രിമെന്റ് വെച്ചു. നമ്മുടെ ഗവൺമെന്റും ഈ ഗവൺമെന്റ് 7 കൊല്ലം ഇത് വാങ്ങിച്ചു. 2 വർഷം മുമ്പ് പെട്ടെന്ന് ബോധോദയം ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു ആ കരാർ കട്ട് ചെയ്തു, റദ്ദാക്കി. അദാനിയുടെ കമ്പനിയിൽ നിന്ന് കറണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റദ്ദാക്കിയത്. അദാനിയായിട്ടുള്ള ഡീലാണ്, അദാനി കമ്പനിയായിട്ടുള്ള ഡീലാണ് ഉറപ്പാക്കിയത്. 4.29 രൂപ ഒരു യൂണിറ്റിന് വൈദ്യുതി കിട്ടുന്ന കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്ക് ഇപ്പോൾ വൈദ്യുതി മേടിക്കണമെന്നറിയോ? 8 രൂപ മുതൽ 12 രൂപ. വൈദ്യുതി ബോർഡിന് ഒരു ദിവസത്തെ ആവറേജ് കടം 20 കോടി വെച്ച് വരുവാണ്. അത് തന്നെ ഇപ്പൊ തന്നെ 1000 കോടി 2000 കോടിയിലേക്ക് കടക്കുകയാണ്. 1000 കോടിയിൽ നിന്ന് 2000 കോടിയിലേക്ക് കടക്കുകയാണ്. ഈ കരാർ റദ്ദാക്കിയത് കൊണ്ട് മാത്രം. ഈ ആര്യാട സാറാണ് ആ കരാർ ഉണ്ടാക്കിയത്. 25 കൊല്ലത്തേക്ക് 4.29 രൂപ യൂണിറ്റിന്. 7 കൊല്ലം കഴിഞ്ഞ് ഒറ്റ റദ്ദാക്കല്. എന്നിട്ട് 8 രൂപയ്ക്കും 12 രൂപയ്ക്കും മേടിക്കാം. കൊള്ളയിലത് കൊള്ള. ഈ സർക്കാരിനെതിരായിട്ട് അഴിമതി ആരോപണമൊന്നും ഇല്ലല്ലോ. ഇത് മതിയല്ല. 4.29 രൂപ മേടിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി 8 രൂപ തൊട്ട് 12 രൂപ വരെ യൂണിറ്റിന് മേടിച്ച് 100 കണക്കിന് കോടി രൂപയുടെ ബാധ്യത ഉണ്ടാക്കിയിട്ട് എത്ര കമ്മീഷൻ കിട്ടി? അത് പറ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താങ്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം CBIന്റെ ഭാഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ 1-2 ദിവസമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ UDF നേതൃത്വത്തിനെതിരെ വിമർശനമില്ല. മറിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് മുഖ്യമന്ത്രി ഒറ്റുകാരനാണ്, PS അച്യുതാനന്ദനെ വഞ്ചിക്കുകയും ഒറ്റുകയും ചെയ്ത് അങ്ങനെയാണ് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത് എന്നാണ്. അപ്പോ ഈ ഭയപ്പെടുത്തുകയാണോ CBI? നോ കമന്റ്സ്. ആ ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്താണ്. നോ കമന്റ്സ്. ഈ ഒരേ വിഷയം തന്നെയാണ് UDF-ഉം CBI വോട്ട് വിഘടിക്കുമോ? ഞങ്ങൾ പറഞ്ഞല്ലോ ഇനി നോ മോർ കമന്റ്സ്. കാരണം താങ്കൾ ഈ കരുവേപ്പില പോലെ വലിച്ചെറിയുന്നു പിണറായി വിജയൻ പറയുന്നു, താങ്കൾ അത് പിന്നീട് ചെയ്യുന്നു. ഇത് താങ്കൾ അദ്ദേഹവും തമ്മിലുള്ള ഒരു നെക്സസ്, ഒരു പൊളിറ്റിക്കൽ നെക്സസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പരസ്പരം അറിഞ്ഞുള്ള ഇടപാടുകളാണെന്നാണ് ആരോപിക്കുന്നത്. അതിന് താങ്കൾക്ക് ഉത്തരം പറയേണ്ടതില്ല. ഉത്തരം പറയേണ്ട ഒരു ആവശ്യമില്ല. UDFന്റെ തീരുമാനമാണ്, യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമാണ് UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിച്ചത്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, UDFനാണ്. ഞാൻ UDF ചെയർമാൻ എന്ന നിലയിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. ഇത് സംബന്ധിച്ചൊന്നും കമന്റ്സ് ഇല്ല, ഒരു കമന്റ്സും ഇല്ല. അതില്ല. അത് ആരാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളില്ല. ഞങ്ങൾ ഇത് UDF-ഉം LDF-ഉം തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിക്കണ്ട. ആര് വിചാരിച്ചാലും അതിന്റെ അപ്പുറത്തോട്ട് ഞങ്ങൾ പോകില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളാണ് UDF ഉയർത്തിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും സമാന വിഷയം. അങ്ങനെയെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ വോട്ടുകൾ വിഘടിച്ചു പോയില്ലേ? ഇവിടെ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊളിറ്റിക്കൽ വോട്ടും ഒരെണ്ണം പുറത്തു പോവില്ല. അത് ഞങ്ങൾക്ക് അനുകൂലമായി
വോട്ട് ചെയ്യുന്നവർക്ക് രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട്, രണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി വോട്ട്. അല്ലെ, ആന്റി ഇൻകംബൻസി വോട്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്ന വോട്ടാ. അത് ഞങ്ങൾക്കല്ലാതെ വേറെ ആരെങ്കിലും രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയല്ലേ ആന്റി ഇൻകംബൻസി എന്ന സർക്കാരിനോടുള്ള പ്രതിഷേധം, ദേഷ്യം അല്ലെ, അത് വേറെ ആർക്കെങ്കിലും കൊണ്ടേ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യേണ്ടത് UDF-നല്ലേ. വേറെ ഒന്നാമത്തെ ഇവിടെ BJP പോലും ഇറലവന്റ് ആണ്. BJP പോലും മത്സരരംഗത്തില്ല, ഇവിടെ ഇറലവന്റ് ആണ്. അപ്പോൾ UDF-ഉം LDF-ഉം തമ്മിലൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുമ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ വോട്ട് LDF-ന് UDF-നല്ലാതെ, LDF-നെതിരായ വോട്ട് UDF-നല്ലാതെ ആരെങ്കിലും ചെയ്യും? അത്ര രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തവരാണോ നിലമ്പൂരിലെ വോട്ടർമാർ? നമ്മളെക്കാളും എല്ലാവരും പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് അറിയാം എവിടെ വോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഭൂരിപക്ഷം കാണുമ്പോൾ നോക്കും, അപ്പൊ എല്ലാ സംശയവും തീരും. സർക്കാരിനെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നില്ലേ? UDF-ൽ ഇല്ലാത്ത ആളുകൾ വിമർശിക്കുന്നില്ലേ? UDF-ന്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾ വിമർശിക്കുന്നില്ലേ? LDF-ന്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ വിമർശിച്ചില്ലേ? ഇപ്പൊ ഞാൻ ആശാ സമരത്തെ കുറിച്ച് പറഞ്ഞു. സംഗീത അക്കാദമി ചെയർമാനിലെ, സാഹിത്യ അക്കാദമി ചെയർമാനിലെ സച്ചിദാനന്ദ സാറ് ഒരു ഇടത് സഹയാത്രികനായി അറിയപ്പെട്ടിരുന്ന ആളല്ലേ. അവരുടെ ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ, അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങളുടെ അഭിപ്രായമല്ല പറഞ്ഞു അല്ലേ? എത്ര പേരാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഫെല്ലോ ട്രാവലേഴ്സ് എന്ന് പറയുന്ന സഹയാത്രികരായിട്ടുള്ള ആളുകളെല്ലാം ഈ സർക്കാരിനെതിരാണ്. എല്ലാവരും എതിരാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 4,000 വോട്ട് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ. അവർ സാധാരണഗതിയിൽ ലെഫ്റ്റിനെ വോട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പൊ അവർ കടുത്ത പ്രതിഷേധത്തിലാണ്. അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്കത് പാലക്കാട് കിട്ടി, ഞങ്ങൾക്കത് കിട്ടി. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പാലക്കാട് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി ആ വോട്ട്. ആശാപ്രവർത്തകർ 115 ദിവസമാണ് സെക്രട്ടേറിയറ്റ് മഴയും വെയിലും കൊണ്ടുള്ള അത് ഒത്തുതീർപ്പോ ചർച്ചകളിലേക്ക് പോകുന്നില്ല. ഇനി എന്താണ് പ്രതിപക്ഷം പറയുന്നത്? അല്ല, പ്രതിപക്ഷം അതിന് പൂർണ്ണമായ പിന്തുണ കൊടുത്തിരിക്കുകയാണ് ആ സമരത്തിന്. ആ സമരത്തിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങൾ ആ സമരത്തെ ഇലക്ഷൻ ആയതുകൊണ്ടാണ് 18-ാം തീയതി അവിടെ വലിയ സമ്മേളനം വെച്ചിരുന്നതിലൊക്കെ ഞങ്ങളെല്ലാവരും പങ്കെടുക്കും. ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ ആ സമരത്തിനുണ്ടാവും. എന്നിട്ട് ഞങ്ങളുടെ പഞ്ചായത്തുകൾ, UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ അവരുടെ ഇൻസെന്റീവ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് പാരവയ്ക്കാണ് ഇപ്പോൾ ഗവൺമെന്റ്. അവർക്ക് ഒരു പൈസ പോലും കിട്ടരുതെന്ന്. ഞങ്ങളുടെ പഞ്ചായത്തുകൾ അവർക്ക് പൈസ കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇവർക്ക് എന്താ? അതിനെ വരെ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇപ്പോ 7,000 കിട്ടിയിരുന്ന 3,500 ആക്കി പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും സമരം ചെയ്ത ഈ പാവപ്പെട്ട സ്ത്രീകളോട് ഇതുപോലെ ക്രൂരമായി പെരുമാറിയിട്ടില്ല. മുതലാളിമാര് പോലും, നമ്മുടെ സിനിമയിൽ പഴയ മുതലാളിമാരുണ്ടല്ല, സിനിമയിൽ കാണുന്ന ഒരു 30-40 വർഷം മുമ്പ് സിനിമയിൽ കാണുന്ന മുതലാളിമാര് പോലും ഇതുപോലെ പെരുമാറിയിട്ടുണ്ട്. അതേപോലെ മുതലാളിത്ത മനോഭാവം സർക്കാരിന്. തീവ്ര വലതുപക്ഷ സർക്കാരാണിത്. ഇത് ലെഫ്റ്റ് അല്ല, തീവ്ര വലതുപക്ഷ സർക്കാർ. അതുകൊണ്ട് ഇടതുപക്ഷ മനസ്സുള്ള ഒരാളും ഇവരുടെ സ്ഥാനാർത്ഥിക്ക് ഇവിടെ വോട്ട് ചെയ്യില്ല, ഒരു സംശയമില്ല. അത് നല്ല ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനതൊരു അവസാന ഘട്ടത്തിൽ പറയാം. അദ്ദേഹത്തിന്റെ ഒരു അസസ്മെന്റ് പറഞ്ഞ നമുക്കൊരു പ്രാഥമികമായ വിലയിരുത്തൽ നടത്തിയിട്ട് പറഞ്ഞാണ്. ഞാനിപ്പോ അത് പറയുന്നില്ല. ഞാനത് കുറച്ചുകൂടി ഒന്നും കൂടി നോക്കി താഴെ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടി. നമുക്ക് അറിയാല്ല, ഇതുവരെ തെറ്റിയിട്ടില്ലെന്ന് അറിയാല്ല. തെറ്റിയിട്ടുണ്ട ഏതെങ്കിലും ബൈ ഇലക്ഷൻ തെറ്റിയിട്ടുണ്ട? അല്ല, ഞാൻ എന്നോട് ചോദിച്ചില്ലല്ലോ ആരും. ഞാൻ രാവിലെ കയറി ഇത് പറയണം. അതൊക്കെ പറയേണ്ട സമയം. അതൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ അല്ലേ പറഞ്ഞത്? ഐ മെയ്ഡ് എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്. എന്താ പറഞ്ഞത്? ഇപ്പൊ എടുത്ത നിങ്ങൾ കുറെ എന്റെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് ചോദ്യം, ഒരു 10-20 ചോദ്യം ചോദിച്ചല്ല. അതിന് ഞാനൊരു മറുപടി പറഞ്ഞില്ല. UDF ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു. എങ്കിലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കാണ്.
എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതെല്ലാം സമയത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു ആ ഘട്ടത്തിൽ ഒരു ഘട്ടമുണ്ട് ഇതൊക്കെ പറയുന്നത്. ആ ഘട്ടത്തിൽ പറഞ്ഞോളാം. ഇപ്പൊ ഞാൻ വന്ന് രാവിലെ വന്ന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. കാരണം അത്ര ഭയങ്കര ടീം വർക്കാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ ഇവിടെ നടക്കുന്ന ടീം വർക്ക് എന്താ? നിങ്ങൾ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ UDF ഇതുപോലത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും കാലത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയാറില്ല. നിങ്ങള് കുറെ പേര് എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് അതിനെ ആയുധമാക്കാൻ നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം തങ്ങൾ പങ്കെടുത്തില്ല. ഹജ്ജിന് പോയ തങ്ങളെങ്ങനെ UDF യോഗം ബഹിഷ്കരിക്കുന്നത്? ഹജ്ജിന് പോയ ആള് UDF യോഗം ബഹിഷ്കരിച്ചെന്ന് വാർത്ത കൊടുത്ത ആളല്ലേ നിങ്ങൾ? അതെന്തിനാ അങ്ങനെ പിറ്റേ ദിവസത്തെ അല്ലല്ല അതിനു മുമ്പേ പോസ്റ്റർ ഇറക്കിയല്ല, ന്യൂസും പോയല്ലോ. പിറ്റേ ദിവസത്തെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ബാസ് അലി തങ്ങളാണെന്ന് അത് മറച്ചു വെച്ചു. ഇതൊക്കെ നിങ്ങൾ വാർത്ത ഉണ്ടാക്കാൻ പോവാണ്. ഏറ്റവും മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്തതിനേക്കാൾ മഹത്തായൊരു കൺവെൻഷനാണ് അവിടെ നടന്നത്. നിങ്ങൾ കണ്ടാണ് അവിടുത്തെ എന്തായാലും അതിന്റെ വൈബം നിങ്ങൾ കണ്ട. ഇതുവരെ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇത്രയും വൈബുള്ള ആൾക്കൂട്ടം മാത്രമല്ല ഇത്രയും വൈബുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കണ്ടിട്ടില്ല. ആ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു സ്റ്റേജിൽ ഇത് കണ്ടിട്ട്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ അനുഭവമാണ്. ഞാൻ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും അല്ലാത്തതിനൊക്കെ പോകുന്ന ആളല്ലേ. എത്ര വർഷമായി ഞങ്ങൾ നിൽക്കുന്നു. ആ കൺവെൻഷന്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചു. അല്ലെ? നിങ്ങൾക്ക് അറിയാമല്ലോ, തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചാൽ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഒരാളും ആ വേദിയിലുണ്ടാവില്ല. അത് അറിയാനുള്ള സാമാന്യ ബുദ്ധി ഈ റിപ്പോർട്ട് ചെയ്തവർക്കില്ലേ? തങ്ങൾ കുടുംബം ഈ കൺവെൻഷനും ഈ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരൻ ആ ഓഡിറ്റോറിയത്തിലോ ആ സ്റ്റേജിലോ ഉണ്ടാവും. അത് നിങ്ങളുടെ കാപട്യമാണത്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? എല്ലാവരും അല്ല, ഞാൻ എല്ലാവരെയും പൊതുവൽക്കരിച്ച് പറയില്ല, വളരെ തെറ്റിദ്ധരിക്കണ്ട. അന്ന് എനിക്ക് തോന്നി ഇതെന്താണ് നിങ്ങളിത് ചെയ്യുന്നത്? കാരണം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പറയരുത്. ആ കൺവെൻഷനും ആ കൺവെൻഷനിലെ ഒരു ഐക്യവും അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത മനഃപൂർവ്വം വരാതിരിക്കാൻ ഞങ്ങളിനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ആര് ഇതുപോലത്തെ വാർത്തകൾ കൊടുത്താലും അവര് പേരെടുത്ത് പറയും. ആരെയാ കൊടുത്തതെന്ന് പറയും, പേരെടുത്ത് പറയും. കാരണം മനഃപൂർവ്വമായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയേക്കുക. ഞങ്ങളിത് പാലക്കാട് കണ്ടതാണ് ആദ്യത്തെ ഒരാഴ്ച ഇതുപോലെ. എനിക്കിതിനകത്ത് വിഷമമൊന്നുമില്ല. നിങ്ങളിപ്പോ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പറയുന്നു. ഞാൻ പരസ്യത്തിന് ഞങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല, പരസ്യം അല്ലാതെ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. പക്ഷെ എനിക്ക് നല്ല ഫ്രീ എയർ ടൈം കിട്ടുന്നുണ്ട്. എത്ര പ്രാവശ്യം എന്റെ പേര് പറയണം. ഞാൻ ഭയങ്കര സന്തോഷവാനാ. ഇത്ര ഫ്രീ ആയിട്ട് എനിക്ക് ഇത്ര എയർ ടൈം ഫ്രീ ആയിട്ട് കിട്ടുവാണ്. ഒരു കാശ് മുടക്കാതെ മുഴുവൻ സമയം പറയുന്നുണ്ട്. ഇത് പാലക്കാട് കിട്ടിയതാണ്. ഒന്നും സംഭവിച്ചില്ലല്ലോ. പാലക്കാട് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞങ്ങൾ പലയിടത്തല്ലേ ചെന്ന് നിന്ന്. അതുകൊണ്ട് ഒരു സാമാന്യ യുക്തിക്ക് ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തോ, അതൊക്കെ ഉണ്ടാവും. വാർത്ത ഞങ്ങൾക്കെതിരെ കൊടുത്തു. പക്ഷെ കൊടുക്കുന്ന വാർത്തയുടെ ഒരു ഔചിത്യം എങ്കിലും ഒന്ന് പരിശോധിച്ചിട്ട് കൊടുക്കണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥന. ഇനി മാധ്യമപ്രവർത്തകർക്കെതിരെ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കരുത്. വിനീതമായ അഭ്യർത്ഥന. ഞാൻ പറയാം, മലപ്പുറത്തെ കോർണറിൽ നിന്ന് ആരാ? അല്ലല്ല, മലപ്പുറത്തെ VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? കോപ്പി അടിച്ചിട്ടാണ് ഇവിടുത്തെ പിള്ളേർ ജയിക്കുന്നതെന്ന് പറഞ്ഞു അന്ന്, ഇല്ലേ? പിന്നെ മലപ്പുറത്തെ ഇപ്പൊ കോർണർ ചെയ്യാൻ നോക്കിയത് ആരൊക്കെയാണ്? ഞാൻ കുറെ സ്റ്റേറ്റ്മെന്റ് വായിക്കട്ടെ നിങ്ങളോട്. ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയത. കടകംപള്ളി സുരേന്ദ്രൻ 2017 കൊടുത്ത സ്റ്റേറ്റ്മെന്റാണ്. ദേശീയപാത സർവേക്കെതിരെ മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ, A വിജയരാഘവൻ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഹൈവേക്കെതിരെ സമരം ചെയ്യുന്നതൊക്കെ മിതവാദികൾ. ഇവിടെ എത്തിയപ്പോ തീവ്രവാദികൾ. സമരക്കാർ മലപ്പുറത്തുകാർ. ആലപ്പാട് ഖനന വിരുദ്ധ സമരത്തിനെതിരെ, അതായത് മലപ്പുറത്തുകാര്. അതൊന്നും ഇതിന്റെ അർത്ഥം മനസ്സിലായി. അത് EP ജയരാജൻ. മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം സുപ്രീം കോടതി പരിശോധിക്കണം. കോടിയേരി ബാലകൃഷ്ണൻ ദേശീയപാത സമരത്തിൽ വന്നിട്ട് പറഞ്ഞാണ്, മലപ്പുറത്ത് അക്രമം നടത്തിയത് രാജ്യദ്രോഹികൾ. പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ. കോടിയേരി
ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയത വിജയരാഘവൻ ഇവിടെ വെച്ച് പ്രസംഗിച്ചാണ്. മതമൌലികവാദ ചേരിയിലാണ് മുസ്ലിം ലീഗ്. മുന്നോക്ക സംവരണത്തിനെതിരെ ലീഗ് ശ്രമിച്ചത് ധ്രുവീകരണത്തിന് വിജയരാഘവന്റെ സംഭാവന. സാദിഖ് അലി തങ്ങളുടേത് സക്കീർ നായിക്കിന്റെ നിലപാട് വിജയരാഘവൻ. പാലത്തായിൽ തീവ്രവാദ സംഘടനകൾ നുണ പ്രചരിപ്പിക്കുന്നു വിജയരാഘവൻ. ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിയത് തീവ്രവാദികൾ വിജയരാഘവൻ. ദേശീയപാത സർവേക്കെതിരായി മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ വിജയരാഘവൻ. കോൺഗ്രസ് നേതാവ് MA ഷാനവാസ് മുസ്ലിം തീവ്രവാദി A വിജയരാഘവൻ. ഗെയിൽ സമരം പിന്നിൽ തീവ്രവാദികൾ. CIA വിരുദ്ധ സമരങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. നരേന്ദ്രമോദി. ഈ മലപ്പുറത്തെക്കുറിച്ച് ഇത്രയും മോശമായ നിരന്തരമായ ക്യാമ്പയിൻ എത്ര വർഷമായി തുടങ്ങിയിട്ട് CPM ആണ്. അത് മലപ്പുറത്തെ മുഴുവൻ ജനങ്ങൾക്കും അപമാനകരമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാനത്ത് ഇത്രയും മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനത ഒരു ജില്ലയിലും കാണില്ല. അത്രയും പരസ്പര സ്നേഹത്തോടുകൂടി ഇപ്പൊ നോക്കി ഇപ്പൊ പെരുന്നാൾ ആഘോഷവും എല്ലാവരും ഉണ്ടാവും. ഇവരുടെയൊക്കെ വീടുകളിൽ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ അവർ ക്ഷണിച്ച് ഇത്രയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജില്ലയെ ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം ഉണ്ടാക്കുകയാണ്. പെൺകുട്ടികളടക്കം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ മികച്ച ക്യാമ്പസുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള പിന്നോക്കം നിന്നിരുന്ന വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്നിരുന്ന വിദ്യാർത്ഥികൾ വരിക. അതിനെയൊക്കെ വർഗീയമാക്കി അധിക്ഷേപിച്ച ഒരു നാണംകെട്ട പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയ ആളാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതല. മനഃപൂർവ്വം വെച്ചാണ്, മനഃപൂർവ്വമാണ് ഈ A വിജയരാഘവന് ഇവിടുത്തെ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല വെച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വർഗീയ പ്രചരണം മലപ്പുറത്തിനെതിരെ നടത്തിയിരിക്കുന്ന ആളാണ്. നമുക്ക് കാണാം. ഇവിടുത്തെ ആളുകൾക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആര്യാടൻ ഷൌക്കത്തിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കും. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ച് കേരളത്തിലേക്ക് കേരയിൽ നടത്താൻ കൊണ്ടുവന്നാലും കേരളത്തിൽ അത് നടത്താൻ സമ്മതിക്കില്ല. നടത്താൻ സമ്മതിക്കില്ല. 3 ചോദ്യം കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു കേൾക്കാൻ കൊള്ളാം. പക്ഷേ അങ്ങയുടെ നേതാവ് 2003 ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് ആദരണീയനായ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയാണ്. AK ആന്റണി ന്യൂനപക്ഷങ്ങൾ സമ്പർക്കം ചുരുത്തി അനധികൃതമായി അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. 2003 അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയെക്കുറിച്ച് അല്ല. കേക്ക് താങ്കൾ കയ്യിൽ നിന്ന് വന്നാണല്ലോ. താങ്കൾക്ക് പ്രശ്നം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. ഞാനീ പറഞ്ഞതില് ഞാൻ ഈ കേരളത്തിലെ CPM നേതാക്കൾ ഈ ജില്ലയെക്കുറിച്ച് നടത്തിയ ഹീനമായ ആക്ഷേപങ്ങളുടെ പട്ടികയാണ് ഞാൻ നിരത്തിയത്. അത് ഒരെണ്ണം നിഷേധിക്കുന്നുണ്ടോ ആരെങ്കിലും? ഞാൻ എന്റെ കയ്യിൽ മുഴുവൻ അതിന്റെ പേപ്പർ കട്ടിങ്സും മുഴുവൻ അതിന്റെ വോയിസ് റെക്കോർഡ്സും അത് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞു. എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത അദ്ദേഹം മലപ്പുറത്തെ കുറിച്ചൊന്നും പറയില്ല. ഞങ്ങളെല്ലാവരും പറഞ്ഞല്ലോ. മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഖേദകരമാണ്, തെറ്റാണെന്ന് ഞങ്ങൾ പറയും. ആര് പറഞ്ഞാലും പറയും. പിറ്റേ ആഴ്ച എന്താ ചെയ്തത്? മുഖ്യമന്ത്രി അവിടെ പോയി അദ്ദേഹത്തിന്റെ പരിപാടി പങ്കെടുത്തതിലും തെറ്റില്ല. അവിടെ ചെന്ന് ഇവിടെ നടത്തിയ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മുഖ്യമന്ത്രിയാണ് ഈ മലപ്പുറം വിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള സംഘപരിവാർ നറേറ്റീവ് CPM നേതാക്കൾ ആവർത്തിക്കുന്നത്.